ഹലോ, ഗുഡ് ഈവനിങ് ചക്കരള. എന്നാണ് ഇഷ്ടം? ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് സമയമില്ലേ മൊബൈലൊന്നും ഇപ്പോൾ നോക്കാൻ. അതുല്യ എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്ത്. കഴിഞ്ഞ ദിവസമല്ലേ വിഭജിക എന്ന് പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇത് ആത്മഹത്യയുടെ പരമ്പര അല്ലേ, എന്തു പറയാനാണെന്ന് ഓർക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു ഇത് കണ്ട്, പത്രക്കാരോട് പറയുന്ന ഒരു വ്യൂ കണ്ട് നിങ്ങൾ നോക്കിക്കോണം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ യഥാർത്ഥ കുറ്റക്കാർ മാതാപിതാക്കളാണ് അല്ലേ, സ്വന്തം മാതാപിതാക്കൾ. 10 വർഷത്തിന് മുമ്പേ കല്യാണം കഴിച്ച് കൊടുത്തപ്പോൾ തന്നെ അവൻ മുളവടിക്കൊക്കെയാണ് അവളെ ആദ്യകാലത്ത് തന്നെ അടിച്ചെന്ന് പറഞ്ഞ്. അപ്പം ഈ അച്ഛനും അമ്മയും എവിടെയായിരുന്നു? നിർബന്ധിച്ച് പിന്നെ ഈ 10 വർഷവും അവൻ്റെ കൂടെ അവൾ ദുരിതം അനുഭവിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും അങ്ങ് വിട്ടുകൊടുത്ത്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ തവിടുകാരൻ്റെ അടുത്തുനിന്ന് മേടിച്ച കൊച്ചാണ് ഇത്. അല്ല, അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ മോളെയാണ് ഇങ്ങനെ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി 2 അടി അടിച്ച് കൊച്ചിനെ എടുത്തുകൊണ്ട് പോരും. എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആളുകൾ കൊണ്ട് കൊടുപ്പിച്ച് അടിപ്പിച്ചിട്ട് എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോരും. ഇപ്പോഴും പോലും നമ്മൾ പറയുന്നത് നിങ്ങളുടെ ജീവിതം സുഖമാണോ, ഇടയ്ക്ക് നമ്മൾ തിരക്കും സത്യം തന്നെയാണെന്ന്. കാരണം കാലം അതാണല്ലോ. കാരണം നമ്മൾ എന്താ പറയുക, കക്കി വെച്ചതല്ല, നല്ലതായിട്ട് പെറ്റ് കഷ്ടപ്പെട്ട് 10 മാസം നൊന്ത് പ്രസവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി, കൈ വളരുന്ന കാല് വളരുന്നതെന്ന് നോക്കി വളർത്തി വലുതാക്കി കെട്ടിച്ച് വിട്ടത് സുഖമായി നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുത്തർ കൊണ്ടുപോയി ഇങ്ങനെ ചാമ്പാനുള്ളതല്ല, കൊല്ലാനും ക്രൂരത ചെയ്യാനും അലക്കി വെളുപ്പിക്കാനും ഉള്ളതല്ല നമ്മുടെ മക്കളെ. അത് നല്ല അമ്മയും അച്ഛനും ആകണം ആദ്യം. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ മക്കളെ സൃഷ്ടിക്കാൻ പോകലും. സൃഷ്ടിച്ച് ഒരു പരിധി കഴിയുമ്പോൾ പെൺമക്കളാണ് കുറച്ച് എന്തെങ്കിലും സ്ത്രീധനം കൊടുത്ത് അവരെ ആജീവനാകാന്ത കാലം തലേന്ന് ഒഴിവാക്കി വിടുന്നൊരു മൈൻഡ്. കുറേ ഒരു ഏരിയയിലാണ് ഈ പരിപാടിയുള്ളത്. ഈ കേരളത്തിൽ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. മക്കൾ കല്യാണം കഴിഞ്ഞാൽ പെൺമക്കൾക്ക് പിന്നെ ഒരു അവകാശമില്ല. അവരെ അങ്ങ് പടിയടിച്ച് പിണ്ടം വെക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഒന്നാമത്തെ കാര്യം എന്നറിയാമോ, കുറേ സ്ത്രീധനം സ്ഥലം വിറ്റും വീട് വിറ്റും ലോൺ എടുത്ത് ഇവർക്ക് മുങ്ങുന്ന വിധത്തിൽ സ്ത്രീധനം കൊടുക്കും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടിട്ട് ഇത്രയും ഭാരിച്ചൊരു സ്ത്രീധനവും ചുമന്നാണ് ഇവർ ഈ വീട്ടിൽ നിന്ന് പണിയടച്ച് പിണ്ടം വെച്ച് പോകുന്നത്. പിന്നെ ഇവർക്ക് ഈ മാതാപിതാക്കൾക്ക് ഈ മക്കൾ ഇത്രയും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഈ മക്കൾ തിരിച്ചു വന്നാൽ ശരിയാകത്തില്ലെന്നുള്ളൊരു ഒരു ചിന്തയാണ് ഇവരെ മക്കളെ തിരിച്ചു വിളിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സ്ത്രീധനമാണ് ഇതിനെല്ലാം ശാപം. ഈ സ്ത്രീധനം മേടിച്ചുകൊണ്ട് പോകുന്നവൻ ഒരു സ്ത്രീയെ ആയുഷ്കാലം മുഴുവൻ നല്ലപോലെ സംരക്ഷിക്കുന്നവനാണോ? അല്ല. അവരത് തിരക്കുന്നില്ല. ഏതെങ്കിലും ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലയിലോട്ട് എല്ലാ ഇതും കൊടുത്ത് അങ്ങോട്ട് അടിച്ച് വിടുകയാണ്. പിന്നെ അവനിഷ്ടമുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ എന്താ പറയുക, അവൻ്റെ സൗകര്യത്തിനൊത്ത് നമ്മുടെ മകൾ ജീവിച്ചോണം. നമ്മുടെ മകൾക്ക് സ്വപ്നങ്ങളൊന്നും പാടില്ല, നമ്മുടെ മകൾക്ക് ഒരു ഇഷ്ടവും പാടില്ല. അവൻ എന്താണ് പറയുന്നത് അത് കേട്ട് ജീവിച്ചോണം, ഒരു അടിമയെ പോലെ അല്ലേ. അങ്ങനത്തെ ഒരു വിഭാഗം ഈ കേരളത്തിൽ ഇന്നുകൊണ്ട് സ്ത്രീധന ആർത്തിയും പെരുത്തിങ്ങനെ ജീവിക്കുന്നവർ കുറേ പേരുണ്ട്. ഇനിയും കുറേ മൂഷാട്ടകൾ ഈ ഭൂമിയിൽ നിന്ന് ഇനി എൻ്റെ ഒരു ജനറേഷനിൽപ്പെട്ട കുറേ അമ്മമാരുണ്ട്. ഞാനിപ്പോൾ ഈ മാരേജ് ബ്യൂറോ ഒക്കെ നടത്തുന്നില്ലേ ചക്കരകളെ, ഞാനതൊക്കെ നിർത്തി. എന്താണെന്നറിയാമോ, കുറേ പുരുഷന്മാരുടെ അമ്മ തന്നെ പിശാചുക്കളുണ്ട്. എന്ത് കിട്ടും, സൗകര്യമുള്ള വീട്ടിലിടണം, നമുക്ക് പറ്റുന്ന വീടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ് ഈ പറ്റുന്ന വീടെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ വിദ്യാഭ്യാസമുള്ള പെണ്ണിനെയൊന്നും പോരവർക്ക്. അവരുടെ മകന് ചേരുന്ന ഒരു വിദ്യാഭ്യാസമുള്ള പെണ്ണിൻ്റെ ആലോചന കൊടുക്കുമ്പോൾ അവരെന്താ പറയുന്നതെന്നറിയാമോ, സ്ത്രീധനം എന്ത് കിട്ടും, അവർക്ക് ആസ്തി എന്തിട്ടും. 2 പെൺപിള്ളേരുണ്ട്, മൂത്തവനെ കെട്ടിച്ച്. ആ മൂത്തതിന് എന്ത് കൊടുത്തായിരുന്നു? അച്ഛനമ്മയ്ക്ക് എന്താ ജോലി? വെറുതെ ഒന്ന് സിങ്കു ചോദിക്കുന്നത്, സ്ഥലം എന്തുണ്ട്, വീട് എങ്ങനെയാണ്, അവരുടെ വീടിൻ്റെ ഫോട്ടോ ഉണ്ടോ? അച്ഛനമ്മയ്ക്കൊക്കെ എന്തുണ്ട് ആസ്തി? അച്ഛൻ ഏത് കുടുംബത്തെയാണ്, അമ്മ ഏത് കുടുംബത്തെയാണ്? പെണ്ണിൻ്റെ ഒന്നും അവർക്ക് അറിയണ്ട. ഇതൊക്കെയാണ് തിരക്കുന്നത്. ബാധ്യത അവർക്ക് ഏതൊക്കെയുണ്ട്, അവരുടെ വണ്ടി ഏതാണ്, വീട് 2 നിലയാണ്. ഇങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ അടുത്തുണ്ടെന്നറിയാമോ. എനിക്കാണോ ഇങ്ങനെ വിറഞ്ഞിട്ടുണ്ട് ചക്കരകളെ, ഇത് എന്തൊരു മൂദേവി പെണ്ണുങ്ങളാണെന്ന് ഓർത്തിട്ട്. ഇപ്പം ഈ കൊച്ചിൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു ചക്കരകളെ. ഞാനൊക്കെ എൻ്റെ മോള് രാവിലെ വിളിച്ചിട്ട് കരയും, എൻ്റെ അമ്മേനെ ഓർത്തിട്ട് എനിക്ക് അഭിമാനം വരുന്ന അമ്മ. ഞാനൊക്കെ എൻ്റെ മക്കളോട് എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് സുഖമാണോ? അവിടെ മുഖം വാടിയേ ചോദിക്കും ഞാൻ, സുഖമാണോ, സന്തോഷമായിട്ടിരിക്കുന്നതെന്ന്. നമ്മൾ ജീവിച്ചിരിക്കും കാലം വരെ മക്കളെ സംരക്ഷിക്കേണ്ട കടമ, ഉത്തരവാദിത്വം ഓരോ അമ്മമാർക്കും ഉണ്ട്, ഓരോ അച്ഛന്മാർക്കും ഉണ്ട്. അവർക്ക് ഓടി വരുന്ന ഒരു തണലായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മൾ പറയും അത് വേണ്ട, അവരെ അകറ്റി നിർത്തണം,
അവരെവിടെയും സുഖമായി നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നവർ ജീവിച്ചോട്ടെ, അവരവരുടെ സ്വന്തം മേച്ചിൽപ്പുറം തേടി പൊയ്ക്കോട്ടെ. പക്ഷേ അവർ സുഖമായി ജീവിക്കുന്നത് കേൾക്കുമ്പോഴല്ലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്തൊരു അമ്മയച്ഛനും ഇവരെങ്ങനെ ഇവർ സമാധാനത്തോടെ ജീവിച്ച് ഇപ്പം എല്ലാം തീർന്ന് ഇനി അവളെ ഈ ഭൂമിയിൽ ഇനി ജന്മത്ത് കാണാൻ പറ്റുമോ അവളോട് നീതി കാണിച്ചില്ലല്ലോ ഇവർ. ഇനി ഇവരെന്തിനാ കരഞ്ഞിട്ട് വേറെ സഹോദരങ്ങൾ ഇവരൊക്കെ കരഞ്ഞിട്ട് എന്തിനാണ്? ഇവർക്കൊരു സൊല്യൂഷൻ എടുക്കാൻ വയ്യായിരുന്നു. അത് ആ പ്രാന്തൻ്റെ കൂടെ എങ്ങനെ ആ കുട്ടി ജീവിച്ച്? അയ്യോ, എൻ്റെ മോളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു തല്ല് പോലും കൊള്ളാൻ നിൽക്കില്ലെന്ന്. ഒരു തല്ല് എന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ തല്ലുന്നവൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കില്ല. അതിന് മാപ്പ് കൊടുക്കരുത്. ഒരിക്കൽ നമ്മുടെ ദേഹത്ത് കൈവച്ചാൽ അവൻ വീണ്ടും കൈവെക്കാൻ അത് ലൈസൻസായി കഴിഞ്ഞു. ഒരിക്കലും സമ്മതിക്കല്ല അങ്ങനെ. നിങ്ങളുടെ ആരെങ്കിലും മക്കൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു പരീക്ഷണത്തിൽ നമ്മുടെ മക്കളെ ഇട്ട് കൊടുക്കരുത്. നൊന്ത് പെറ്റിട്ടുള്ളവർ ഇട്ട് കൊടുക്കത്തില്ല. ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി അങ്ങനെയല്ല. നിങ്ങളുമൊക്കെ അത് കേട്ട് കാണുമല്ലോ. ആ ക്രൂരൻ്റെ പരിപാടി. അച്ഛൻ്റെ അമ്മയുടെ വർത്താനം കേട്ടോ, ഞാൻ ഇച്ചിരി കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് തന്നെ ദേഷ്യം വരുന്നത്. കല്യാണം കഴിഞ്ഞ 6 നാളുകൾ തന്നെ ഒരു പ്രാവശ്യം അതിഭീകരമായ ആക്രമണത്തിന് ഇവിടെ മുളവടിക്കൊക്കെ കാലിലൊക്കെ അടിച്ച് ഇവിടെ ഓടി ശാസ്താംകോട്ട തടാകത്തിൽ ഓടിപ്പോയി ജീവനും കൊണ്ട് രക്ഷപ്പെടാനായിട്ട്. പിന്നെ അവിടെ കൂട്ടുകാരെല്ലാം കൂടി പിടിച്ചോണ്ട് വന്നേ അന്ന്. അത്ര ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത്. അവനതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവര് പിന്നെ 3 ആമ്പിള്ളർ, അവനൊരു പെങ്ങളില്ല, 3 ആണുങ്ങൾ അവര്. അവനങ്ങനെ ഒരു ഫീലിംഗ് തോന്നാനോ അങ്ങനെ ഒരു ഇന്റിമസി തോന്നാനോ ഉള്ള ഒരു സാഹചര്യം അവന്റെ വീട്ടിലേ ഇല്ല. അപ്പൊ ഇത് നേരത്തെ ഇവര് ഇഷ്ടത്തിലായിരുന്നോ, സ്നേഹവിവാഹമായിരുന്നോ ഈ സതീഷിന്റെയും അതുല്യയുടെ? കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായില്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്കിതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയാം, സഹോദരങ്ങളെ, നിങ്ങൾ സ്ത്രീധനം എന്ന് പറഞ്ഞ സമ്പ്രദായം നിർത്തലാക്കണം. നിങ്ങളാരും സ്ത്രീധനം കൊടുക്കരുത്. നമ്മുടെ മകൾ സുഖമായി അവിടെ ജീവിക്കുന്നു എന്ന് കണ്ട് വിവാഹം നോർമലായി നടത്തുക. ഇപ്പം അതിനൊരു ഉറപ്പില്ലാത്ത ഒരു പങ്ക് കച്ചവടമായി മാറിയിട്ടുണ്ടത് അല്ലേ? ഒരു ഉറപ്പുമില്ല അതിന്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അതിനൊരു ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ സാമ്പത്തികമായി അവർക്ക് ജീവിക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുക്കണം. നമുക്ക് അതായത് ഒരു പുരുഷനെ നമ്മുടെ ഒരു പെണ്ണിൻ്റെ ഏറ്റവും ലക്കി എന്തുവാ? ഒരു 20 വയസ്സല്ല, 22 വയസ്സല്ല, 30 വയസ്സായിക്കോട്ടെ, ഒരു പെണ്ണ് എപ്പോൾ വിവാഹം കഴിക്കുന്നു എപ്പോൾ നല്ലൊരു പങ്കാളിയെ, അവളെ മനസ്സിലാക്കുന്നൊരു പങ്കാളിയെ കിട്ടുന്നു. ഈ എക്സാമ്പിൾ ഞാൻ തന്നെ. ഒരു വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളെയും പേറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവിച്ചത് നിങ്ങളോട് മുൻകാല വീഡിയോകളിൽ 1 വർഷം 1.5 വർഷം മുമ്പുള്ള വീഡിയോകൾ എടുത്ത് നോക്കിയാൽ ഞാൻ അനുഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല. ഞാനൊന്ന് ചിരിച്ചിട്ടില്ല. എന്നെ ഒന്നും അദ്ദേഹം ഒന്ന് കേട്ടിട്ടില്ല. ആ മനുഷ്യൻ എന്നെ ഒന്ന് കേട്ടിട്ടില്ല. മറ്റ് സ്ത്രീകളോടൊപ്പം എൻ്റെ സൗന്ദര്യത്തെ താരതമ്യം ചെയ്യുമായിരുന്നു. നമ്മളെ വെച്ചിട്ട് പരസ്ത്രീ ബന്ധത്തിനെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ സഹിച്ച് പോകാനൊരിടവില്ലാത്തത് കൊണ്ട് എനിക്ക് 2 കുട്ടികളായത്. തിരിച്ചു ചെല്ലാനൊരിടവില്ലാത്തത് കൊണ്ട്, അല്ലെ ഒരു ഒറ്റ കുട്ടിയിൽ നിർത്തിയാൽ ഒരു കുട്ടി പോലും ആകത്തില്ലായിരുന്നു. എനിക്ക് തിരിച്ചു ചെല്ലാൻ ഒരു സ്ഥലമില്ല, കിടക്കാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ ഒരു കുട്ടി പോലും ആയത്. 2 കുട്ടി ആയതും അതുകൊണ്ടാണ്. മനസ്സിലായി? ഇന്നത്തെ പോലെ കുട്ടികളെ നശിപ്പിച്ച് കളയാനുള്ള മാർഗം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. 2 മാസം 1 മാസമൊക്കെ ആകുമ്പോൾ ഇപ്പം ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അന്നില്ലായിരുന്നു. അന്ന് നമുക്ക് അത്ര ലോകപരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ 2 കുട്ടികളെപ്പോലും ഞാൻ സൃഷ്ടിച്ചത്. അന്നത്തെ അത്ര വിവേകം ഉണ്ടായിരുന്ന ബോധം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഞാനൊന്നും ഒരിക്കലും 2 കുട്ടികളെ ഈ ഭൂമിയിൽ വെക്കത്തില്ലായിരുന്നു, ഞാൻ കൊണ്ടുവരത്തില്ലായിരുന്നു. എനിക്ക് പറയാൻ ഞാനത് അതിലൂടെ കടന്നു പോവാണ്. ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ ചിന്തിച്ച് പോവുകയാണ്. അപ്പം നമ്മൾ ഈ മക്കളെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, എൻ്റെ മൈൻഡിൽ നിന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ വല്ലത്ത് ടെൻഷൻ. എനിക്ക് ആ കുട്ടിയുടെ കുറേ വീഡിയോകൾ ഞാൻ കണ്ടിട്ട് ഇവരെ ടെൻഷൻ തോന്നിപ്പോൾ എനിക്ക്. അപ്പം എൻ്റെ മകളെ ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും ഒരു സൊല്യൂഷൻ എടുക്കുന്നതെന്ന്. ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾ സ്ത്രീധനം ഇനി ഒരിക്കലും, എന്നെ കേൾക്കുന്ന അമ്മമാർ, പെൺകുട്ടികളുടെ അമ്മമാർ സ്ത്രീധനം കൊടുക്കരുത്. നമ്മുടെ മക്കളെ ബോൾഡാക്കി വളർത്തിക്കൊണ്ടുവരണം.
ഒരടി നമ്മളെ അടിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ കൂടെ ഒരിക്കലും അവന് മാപ്പ് കൊടുക്കലും. ആ ഒരു സമൂഹം എന്ത് പറയും, അയൽവക്കാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, സ്റ്റാറ്റസ്, ഇതൊന്നും വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കൊലക്കയറിലേക്ക് വിടരുത്. നമ്മൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോണം. നമ്മളെ കരയിക്കുന്ന ഒരാളുടെ കൂടെ നമ്മുടെ മകൾ ജീവിക്കും. നമുക്ക് അത് ജീവിതത്തിൽ എന്ത് സുഖം കിട്ടും. നമുക്ക് സന്തോഷം തരുന്ന ഒരാളുടെ ഒപ്പം വേണം ഞാൻ ജീവിക്കാൻ. എനിക്ക് 45 വയസ്സായപ്പം ആണ് എനിക്ക് ബോബനെ കിട്ടിയത്. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ്? എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കുന്ന ഒരാളായതുകൊണ്ടാണ്. എന്നെ വെച്ചിട്ട് ചിലവിനും തരാതെ തെക്ക് വടക്ക് നോക്കി നടക്കുന്ന ഒരുത്തനാണ് ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നവനും. അങ്ങനെ ഒരാളുടെ ഒപ്പം ജീവിച്ച് പോകുന്നവളാണ് ഞാൻ. അപ്പോൾ ഇതെനിക്കൊരു സ്വർഗമായിട്ട് തോന്നുന്നു. എന്നെ ഇങ്ങനെ ഒരു സ്ത്രീക്ക് തരുന്ന ബഹുമാനം, പരിഗണന, നമ്മൾ എന്താ പറയുന്ന ലാളിച്ച് സ്നേഹിച്ച് കൊഞ്ചിച്ചാണ് നമ്മളെ നോക്കുന്നത്. കറക്റ്റ് പറഞ്ഞ മഹാലക്ഷ്മിയായിട്ട് തന്നെ നോക്കുന്നു. മനസ്സിലായി? ഇപ്പം എൻ്റെ മകൾ ജീവിക്കുന്നത് പിന്നെ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമുള്ള കുടുംബക്കാരും വീട്ടുകാരും വലിയ കുടുംബക്കാരാണ്. പക്ഷെ ഒരു സാമ്പത്തികമൊന്നും അവർക്കില്ല. അവർ സാധാരണക്കാരൻ. പക്ഷെ അവരെൻ്റെ മകളെ ലക്ഷ്മിയെപ്പോലെയാണ് അവൻ നോക്കുന്നത്, മരുമകൻ നോക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ മകൾക്ക് നടക്കുന്ന പോലും ഇഷ്ടമില്ലാത്തൊരു നല്ല ഭർത്താവാണ് അവൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സമാധാനത്തിരിക്കുന്നത്. പണം എപ്പോൾ വേണേലും നമുക്കുണ്ടാകും. പക്ഷെ നല്ലൊരു സംസ്കാരം അത് ജീവിതത്തിൽ നല്ല മാതാപിതാക്കളിൽ നിന്ന് പകർന്ന് കിട്ടി വരുന്നതാണ്. നല്ല ആദ്യം നമ്മളൊരു വീട്ടിലേക്ക് നമ്മളൊരു മകളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നോക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നോക്കണം. തമ്മി തല്ലി വേറിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ മകളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഫാമിലിയിലേക്ക് നമ്മുടെ മകളെ കൊടുത്തിട്ട് ആ മകൻ അതേ പിന്തുടരും. എൻ്റെ മകളെ കൊടുത്തിരിക്കുന്ന എൻ്റെ ബോബനെ ഞാനിപ്പോൾ ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ച്, എൻ്റെ ബോബൻ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചതാണ്. അവരുടെ അച്ഛൻ എല്ലാം ജോലി ചെയ്ത് പപ്പയുടെ കൊണ്ട് കൊടുക്കുകയും, പപ്പ ജോലി ചെയ്ത് അധ്യാപകനായിരുന്നു പുള്ളിക്കാരൻ. അത് ജോലി ചെയ്ത് അമ്മയുടെ കൊടുക്കുക, അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കുകയും കുടുംബകാര്യങ്ങൾ നോക്കുകയും ചെയ്ത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ കുടുംബം പോകുന്നതാണ്. അതാണ് കുടുംബം. അമ്മ എന്താണോ പറയുന്നത് ഭർത്താവും മക്കളും, ഭാര്യ പറയുന്നത് മക്കളും, അതായത് ബോബൻ്റെ അമ്മ എന്താണോ പറയുന്നത് അതാണ് അവരെല്ലാവരും അനുസരിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടുക്കായ കുടുംബജീവിതം നല്ലത് കണ്ടുപോകുന്നത് കൊണ്ട് ബോബൻ എന്നോട് അങ്ങനെയാണ്. അപ്പോൾ ചോദിക്കും ബോബൻ്റെ മുൻ ജീവിതം അതെന്തെങ്കിലും പേഴ്സണൽ കാര്യം കാണും. അതവർക്ക് പരസ്പരം പൊരുത്തപ്പെടാത്തതുകൊണ്ട് അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് പോയി. പക്ഷെ അതല്ല, ബോബൻ നല്ലൊരു ഭർത്താവാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടാത്ത ഞാൻ ഒരു ജീവിതം കഴിഞ്ഞ് വന്നൊരു സ്ത്രീയല്ലേ, ആ ജീവിതത്തിൽ കിട്ടാത്ത എല്ലാം. ഒന്നാമത്തെ ഒരു ബഹുമാനം, ഒരു പരസ്പരം രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഒരു ബഹുമാനം വേണം. പരസ്പരം രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരുതലുണ്ടായിരിക്കണം, അല്ലേ? എല്ലാം നമ്മുടെ ഒരു മാനസിക എല്ലാ ചേർച്ചയും നമുക്ക് ഉണ്ടാകണം. മാനസികമായി പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ മാനസികമായിട്ട് എനിക്ക് ബോബന് ഭയങ്കര പൊരുത്തമാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന, എന്നോട് എൻ്റെ വിഷമങ്ങളിൽ പങ്കുചേരുന്ന, എൻ്റെ മുഖമൊന്ന് വാടിയിരുന്ന് അറിയാൻ പറ്റുന്ന, എല്ലാം അറിയാൻ പറ്റുന്നൊരു പങ്കാളി വേണം എൻ്റെ കൂടെയെന്ന് ഞാൻ ഭയങ്കരമായിട്ട് തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനി അത് ജന്മത്തിൽ കിട്ടത്തില്ലെന്ന് ഓർക്കുകയും വേണം ബോബൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ കിട്ടിയ കാലം കൊണ്ട് നിങ്ങൾ എൻ്റെ ജീവിതം കാണുന്നുണ്ടല്ലോ. കിട്ടിയ കാലം കൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ ദൈവമേ, എല്ലാതും എൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിർത്തി തരണേന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. ആരോഗ്യത്തോടെ ഇരുന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണേ എന്ന്, ഇനിയുള്ള ജീവിതം നഷ്ടപ്പെട്ടതുപോയതെല്ലാം ഇവിടുന്ന് നേടാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഈ പണമല്ല ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചേർച്ച തന്നെയാണ്. അങ്ങനെ ചേരാത്ത ഒരാളുടെ ഒപ്പം എനിക്ക് എൻ്റെ മുൻ ജീവിതം ദുസ്സഹമായിരുന്നു. എന്നെ കേൾക്കാത്തൊരാൾ, എൻ്റെ മുഖം ഒന്ന് വാടിയപ്പോലും അറിയാത്തൊരാൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അസുഖം വന്നാൽ നോക്കാത്തൊരാൾ, എല്ലാ വിധത്തിലും ഭയങ്കര ബാഡായിട്ടുള്ളൊരാൾ, ഒരു സ്ത്രീക്ക്. എനിക്ക് പോകാനിടയില്ലാത്തതുകൊണ്ടല്ലേ ഞാനവിടെ തങ്ങിപ്പോയത്. ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള സ്ത്രീയാണ് ഞാൻ. അതായത് നമ്മൾ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പുറത്തേക്ക് പോയി നിന്നിരിക്കും. നമ്മളൊരു മനുഷ്യ ജീവിതമല്ല, നമുക്ക് ജീവിച്ച് തീർക്കണ്ടേ. നമ്മളപ്പോൾ മറ്റെല്ലാം മറന്നു. നമുക്ക് വേറൊന്നും തോന്നും. നമുക്ക് പിന്നെ മൈൻഡ് പോലും നമ്മളായിരിക്കത്തില്ല നിയന്ത്രിക്കുന്നത്. നമ്മൾ എങ്ങോട്ടൊക്കെ പോകും. അതാണ് നല്ലൊരു ഭർത്താവ്, സ്നേഹം, കെട്ടുറപ്പുള്ളൊരു കുടുംബജീവിതം. ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഏറ്റവും, മറ്റെന്തിനേക്കാളും ഒരു സ്ത്രീ, നല്ലൊരു ഭർത്താവ്, ഒരു ഇണയെ, ഒരു തുണയെ, കൂടെ നല്ല എല്ലാം മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ അവരുടെ ജീവിതം സക്സസ് ആകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു സ്ത്രീ സന്തോഷിക്കത്തില്ല.
എനിക്ക് പറയാൻ പറ്റുള്ള കാര്യം, എനിക്ക് പറയാനുള്ള കാര്യം പലതിലേക്കും പോകുന്നു. എൻ്റെ ചക്കരകളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഒരിക്കലും സ്ത്രീധനം നിങ്ങൾ കൊടുക്കരുത്. നമ്മുടെ മകളെ കല്യാണം ചെയ്ത് കൊണ്ടുപോയിട്ട് അവനും അവളും കൂടെ ജീവിതം കാണണം. നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ മകൾക്ക് സന്തോഷം കൊടുത്ത് നിൽക്കുന്നവനാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ സാമ്പത്തിക സഹായം ചെയ്യാവുള്ളൂ. അല്ലെ വല്ല പണം ഉണ്ടെങ്കിൽ നമ്മുടെ മകൾക്ക് അതൊരു പക്വതയാകുമ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കളയണം. കൊള്ളാത്തൊരു ബന്ധമാണെങ്കിൽ മകളെ വേഗം അതിൽ നിന്ന് വിടർത്തി എടുക്കാൻ, നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ, റിട്ടേൺ കൊണ്ടുവരാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. എപ്പോഴും അങ്ങനെ ചെയ്തിരിക്കണം. ഒരിക്കൽ പോലും മരണത്തിലേക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കരുത് ഒരിക്കലും. എനിക്കിതാണ് പറയാനുള്ളത്. ആ അച്ഛനെയും അമ്മയുടെ എനിക്ക് വെറുപ്പ് തോന്നുന്നു, എനിക്ക് ഇഷ്ടം തോന്നില്ല. ഇത്ര അറിഞ്ഞിട്ട് സ്വന്തം മക്കളെ കൊലക്കത്തി അവൻ വിട്ടുകൊടുത്തല്ലോ എന്നോർത്ത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വിട്ടുകൊടുത്തല്ലോ എന്ന് ഓർത്തിട്ട് ആ അച്ഛനമ്മയുടെ വെറുപ്പ് തോന്നും. ഒരു സഹതാപവും തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? ഇതിനു മുമ്പ് ഒരു വിസ്മയ എന്നൊക്കെ പറഞ്ഞ് ആ മാതാപിതാക്കളോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത്. എനിക്ക് സങ്കടം തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയും ഇതേപോലെ പറഞ്ഞായിരുന്നു. അപ്പോഴും അവർ നിർത്താതെ ആ മകളെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് പ്രേരിപ്പിച്ചു കൊടുത്തു അല്ലേ? ഇപ്പം പല നമ്മൾ കൊലപാതകങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഇത് കൊന്നതല്ല എന്ന് എങ്ങനെ അറിയാം? നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വല്ല നാട്ടിലും അല്ലേ? നമ്മളില്ലല്ലോ. അവനെ കണ്ടിട്ട് അവൻ ആ വീഡിയോകളിലെല്ലാം അവൻ ഭയങ്കര സൈക്കോ. അവൻ്റെ കൂടെയൊക്കെ എങ്ങനെ ജീവിച്ചെൻ്റെ ദൈവമേ, എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് ചിന്തിക്കാൻ വയ്യ അതൊക്കെ. എൻ്റെ ദൈവമേ, അതുകൊണ്ട് നമ്മുടെ മക്കളെ കൊടുക്കുമ്പോൾ നല്ല മാതാപിതാക്കൾ ഇത് കേൾക്കുക. നിങ്ങൾ സ്ത്രീധനം കൊടുക്കരുതേ, ദയവായി നിങ്ങൾ സ്ത്രീധനം കൊടുക്കല്ലേ. ഇനി കെട്ടിക്കാനിരിക്കും നിങ്ങൾ കടത്തിലും പ്രാരാബ്ദത്തിലും ആകരുത്. ആകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നാളെ ഒരു ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. മിക്ക മാതാപിതാക്കളും ഉള്ളതെല്ലാം മക്കൾക്ക് നേരത്തെ കല്യാണത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ലോണടച്ച് ആ കല്യാണം കഴിച്ചതിൻ്റെ ഭാരം അവരൊരു ജന്മം കൂടെ എടുത്തെങ്കിലേ തീരത്തുള്ളൂ. ആ രീതിയിൽ പണിയെടുത്തും ലോണെടുത്തും കഷ്ടപ്പെട്ടും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തൊക്കെ ലോൺ അടച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മകളുടെ കല്യാണം 100 നിലയിൽ പൊട്ടിപ്പോകുന്നു, ജീവിതം പൊട്ടിപ്പോയി മകൾ തിരിച്ചു വരുമ്പോൾ മകൾ പിന്നെ ഒരു ബാധ്യതയായി തോന്നും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോർമൽ സിമ്പിൾ വിവാഹം നടത്തുക. ഞാനിപ്പോൾ എൻ്റെ അമ്മൂനെ കല്യാണം നമ്മൾ സിമ്പിളായിട്ടൊരു വിവാഹം നടത്തത്തുള്ളൂ. എല്ലാം കൂടെ കൊടുത്ത് പിടിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ മക്കൾക്ക് തിരിച്ചൊന്ന് വരേണ്ടി വന്നാൽ അവർക്ക് ഒരിടം കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ നിസ്സഹായരായി പോകരുത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ സ്ത്രീധനം എന്ന് പറഞ്ഞ സമ്പ്രദായം പൊങ്ങച്ചത്തിന് വേണ്ടി കൊടുക്കാതിരിക്കുക. ഇത് സത്യത്തിൽ ഒരു പൊങ്ങച്ചം തന്നെയാണ്, കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശം നിയമവ്യവസ്ഥ അതൊക്കെ ഇപ്പം മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പം പെമ്പിളാരെന്താ കല്യാണം, ബുദ്ധിമതിയായ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ നിൽക്കുന്നു, എന്നിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടുന്നു. അത് മതി. ചത്തുപോകുന്നതിൽ നല്ല അതല്ലേ, കൊല്ലുന്നതിൽ നല്ല അതല്ലേ. വല്ലവനെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ മക്കളെ കൊല്ലുന്നതിൽ നല്ല അത്. അവർ സ്വന്തം, ഞാൻ എൻ്റെ മകളെ ഒന്നും നിർബന്ധിക്കുന്നേ ഇല്ല, നീ കല്യാണം ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കെട്ടട്ടെ. കല്യാണം ചെയ്തവരൊക്കെ എനിക്ക് വിരൽ ചൂണ്ടി പറയാൻ ആരുമില്ല. നല്ലതായിട്ട് ജീവിക്കുന്നവർ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ കഴിയുകയാണ്. ചിലരൊക്കെ ഇത് മൂടി വെച്ച് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നു അല്ലേ? എനിക്കൊന്നും മൂടി വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഇത്ര ഓപ്പണായിട്ട് പറയുന്നത്. എനിക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആൾക്കാരും മക്കളും എല്ലാം കേട്ടോണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് പറയുക, ഇതൊക്കെ അനുഭവിക്കുന്നവർ, നമ്മുടെ മക്കൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ റിട്ടേൺ അവരെ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ത്രീധനം കൊടുക്കരുത്. നമ്മൾ സാമ്പത്തികമായി എപ്പോഴും വെൽ സെറ്റപ്പിൽ നിന്നെങ്കിൽ മാത്രമേ, നമ്മൾ കടവും ബാധ്യതയൊന്നും ഇല്ലാതെ നിന്നെങ്കിൽ മാത്രമേ നാളെ നമുക്കൊരു മക്കൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ 2 കൈ നീട്ടി അവരെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തടയും, വേണ്ട എന്ന്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വിഷമത്തിലിരിക്കുവാണെങ്കിൽ അവരിത് റിട്ടേൺ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവരെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ദുഃഖവാർത്തയൊക്കെ കേൾക്കേണ്ടി വരും നമുക്ക്. മക്കളെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടും എനിക്ക് തരാനുള്ള ഒരു ഉപദേശമാണ്, സ്ത്രീധനം കൊടുക്കരുത്. ഒരു വ്യക്തിയുടെ കൂടെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആ വ്യക്തി ശരിയാണോ എന്ന് ജീവിച്ച് കൊള്ളാം, കുഴപ്പമില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാലത്ത് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഒരിക്കലും ചെയ്യരുത്. അങ്ങനത്തെ ആലോചനകളൊന്നും അപ്പം തന്നെ റിജക്റ്റ് ചെയ്യണം. രണ്ടാമൊന്നും ആരുടെ സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വഴങ്ങി ഒരു കല്യാണവും നടത്തരുത്. ഇതാണ് എനിക്ക് പറയാനുള്ള ചക്കരകളെ. എനിക്ക് ആ മാതാപിതാക്കളോട് എൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു. ഞാൻ ആ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും അറിയിക്കുന്നു. നിങ്ങൾക്കും പ്രതിഷേധമുള്ളവർക്ക് ഇതിനകത്ത് കമൻ്റ് ഇടാം. അല്ല മാതാപിതാക്കൾ ഓക്കെ എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇടണ്ട. ഇങ്ങനത്തെ മാതാപിതാക്കൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, തൻ്റെ മക്കൾക്ക് ജീവിക്കാനുള്ള പറ്റുന്നില്ലെങ്കിൽ റിട്ടേൺ വിളിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ ചക്കരകളെ. എനിക്ക് പറയാനുള്ളത് ഇത്രയെങ്കിലും പറഞ്ഞില്ല എനിക്ക് കിടന്നുറങ്ങത്തില്ല. എനിക്ക് കൂട്ട് ദേഷ്യം വരുന്നു. ആ സൈക്കോടെ അവൻ കത്തിയൊക്കെ പിടിച്ച് നടക്കും. വീഡിയോകൾ സെർച്ച് നോക്കിയാൽ കാണാം, ഒരുപാടുണ്ട് അവൻ കാണിക്കുന്ന വൈകൃതങ്ങൾ. ആ കുട്ടി എങ്ങനെ സഹിച്ചത്?